പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ താങ്കൾക്ക്? ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. തൊലി, ഇന്ന് ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറി അല്ല. ഇന്ന് താങ്കളുടെ മോളുടെ ഫസ്റ്റ് ഡേ കോളേജിൽ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ അലമ്പ് അറിയാലോ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ബർത്ത്ഡേ ഓർമ്മയില്ല, വെഡിങ് ആനിവേഴ്സറിന്റെ ഡേറ്റ് ഓർമ്മയില്ല അല്ലേ? അത് ശരി, ഇന്നവളുടെ ഫസ്റ്റ് ഡേ ആണല്ലേ. എങ്കിൽ പിന്നെ അവളൊന്ന് വിഷ് ചെയ്ത് വരാം. ഓ, വിഷ് ചെയ്യാനാണോ ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചത്? അല്ല, അവളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ, കേട്ടോ? ഞാനെന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ? എടി, കഴിഞ്ഞ പ്രാവശ്യം തെറ്റ് അവളുടെ ഭാഗത്തായിരുന്നില്ല. സീനിയേഴ്സ് അവൾക്കെതിരെ തിരിഞ്ഞപ്പോ അവള് അവൾക്കെതിരെയും തിരിഞ്ഞു. അതോടുകൂടി അവൾക്ക് ഡിസ്മിസ് കിട്ടി. എന്റെ മോളെങ്ങനെ എല്ലാത്തിനും കുറ്റം പറയാതെ? അവള് പാവല്ലടി. പിന്നെ വേണമെങ്കിൽ ഞാൻ അവളെ ഒന്ന് ഉപദേശിക്കാം. ഈ കൊല്ലം ഒന്നിനും പോകരുതെന്ന് പറഞ്ഞ്. ഓഹോ, നിങ്ങൾ ഉപദേശിക്കോ? എങ്ങനെ ഉപദേശിക്കുന്നേ? അന്ന് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. കോളേജ് ആവുമ്പോ റാങ്കിങ് ഒക്കെ കാണും. അതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാത്തിനും കുറച്ചൊന്നും താന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. എടി രുക്കുമോളെ. ഇങ്ങനെ വിളിച്ച അവൾ ആ ബെഡിൽ ഒന്നും കൂടി ചുരുണ്ടുകൂടി കിടക്കും. ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് വിളിക്കും മനുഷ്യ. എടി രുക്കുമോളെ, അച്ഛന്റെ രുക്കുമോളെ, ഇങ്ങോട്ട് വായോ. അയ്യോ, കുറച്ചും കൂടി കൊഞ്ചിച്ചങ്ങ് വിളിക്കാമായിരുന്നില്ലേ? ഇപ്പൊ നോക്കിക്കോ, ഇങ്ങനെ വിളിക്കണ്ടേ? എടീ രുക്മിണി. ഗീത, എന്റെ ചെവി. പറഞ്ഞിട്ട് കാര്യമില്ല. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. എടീ രുക്മിണി, നീയായിട്ട് ഇങ്ങോട്ട് വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എന്താ അമ്മ, എന്താ പ്രശ്നം? എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അച്ഛൻ അമ്മന്റെ ശല്യം സഹിക്കാതെ അങ്ങനെ ഒളിച്ചോടി പോയോ ആരുടെ കൂടെ? എന്താ അമ്മ, എന്തിനാ വിളിച്ചേ? നിന്നെ വിളിച്ചത് ഈ വീടും പറമ്പും നിന്റെ പേരിലങ്ങ് എഴുതി വെക്കാനായിരുന്നു. നിനക്കത് ബുദ്ധിമുട്ടാവോ? എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട. നീ കോളേജിൽ തുറക്കുന്ന ആദ്യ ദിവസം തന്നെ കിടന്ന് ഉറങ്ങ പോത്ത് പോലെ. ഓ അമ്മ, രാവിലെ തന്നെ ഇങ്ങനെ ഒച്ച വെക്കാതെ. എന്താ അച്ഛ പ്രശ്നം? എടി, നീ കൊച്ചിനോട് ഇങ്ങനെ ചൂടാവാതെ കാര്യം സമാധാനത്തിൽ പറഞ്ഞു കൊടുക്ക്. സമാധാനത്തിലല്ലേ? ഇപ്പൊ പറഞ്ഞു തരാവേ. നീ പഠിക്കാൻ പോകുന്ന കോളേജില് പണ്ട് ഞാൻ ഗസ്റ്റ് ലെക്ചറർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 1 വർഷം പോയി കിട്ടിയത് നിന്റെ അഹങ്കാരം കൊണ്ട്. ഇനി ഇപ്രാവശ്യം ഡിസ്മിസ് വാങ്ങി വന്ന് 1 വർഷം തള്ളിക്കളഞ്ഞാൽ എനിക്ക് നിന്നെ എവിടെയും കേട്ടിത്തരാൻ പറ്റില്ല. ഓക്കെ? അതുകൊണ്ട് ഈ വർഷം സീനിയേഴ്സ് ആയാലും ആരായാലും അവരോട് അമ്മ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവരന്ന് എന്നെ അത്ര ടോർച്ചർ ചെയ്തിട്ടല്ലേ ഞാൻ അവരുടെ കണ്ണിൽ മുളക് പൊടി വാരിയിട്ടത്. അതുകൊണ്ടല്ലേ എനിക്ക് ഡിസ്മിസ് കിട്ടിയത്. ഇനി ഇപ്രാവശ്യം നോക്കിക്കോ, എല്ലാ സീനിയേഴ്സിനെയും ഞാൻ ബഹുമാനിച്ചിരിക്കും. അത് എൻ്റെ ഒരു വാക്കാണ്. ആ കോളേജിൽ നല്ല കുട്ടിയായി എന്നെ എല്ലാവരും കാണും. ഇതെന്റെ വാക്കാണ്. ഇത് സത്യം സത്യം സത്യം. എന്റെ ഉണ്ണിയാർച്ചയെ എനിക്ക് വിശ്വാസമില്ലാത്തോട് പറയാ. നീ കാരണം എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഞാൻ മാനം കെടും. ഞാൻ ആ കോളേജിലാണെങ്കിൽ ശരിയാക്കി തന്നേനെ ഞാൻ. ഒന്ന് അടങ്ങടി. കൊച്ചു നല്ല കുട്ടിയായിരിക്കാന്ന് പറഞ്ഞത് കേട്ടില്ലേ നീ? നിനക്ക് എപ്പോഴും വേണ്ടത് അവളുടെ മേലെ ഒരു വിശ്വാസമാണ്. അതെ, വിശ്വാസം. അതല്ലേ എല്ലാം മമ്മി. ആ പറഞ്ഞ സാധനം നിങ്ങളുടെ മകളുടെ മേലെ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പ്രോബ്ലം ഇല്ല. പിന്നെ ആകെയുള്ള സമാധാനം അപ്പുറത്തെ വീട്ടിലെ ജാനുവിന്റെ മോള് അവളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാ. ഇത് അവളായിരിക്കും. ഇങ്ങ കേറി വാ മോളെ. ഗുഡ് മോർണിംഗ് ഗീതാൻറ്റി. ഓ, വന്ന് എന്റെ തലവേദന വന്ന്. മോർണിംഗിൽ തന്നെ ഗീതാൻറ്റി ഇങ്ങനെ പ്രഷർ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇവളുടെ കാര്യം ഓർത്തിട്ടെന്ന്. പേടിക്കണ്ട, ഇപ്രാവശ്യം ഞാൻ ഇവളെ നന്നാക്കി എടുത്തിരിക്കും. നീയുള്ളതാ പിന്നെ ആകെ എനിക്കുള്ള ഒരു സമാധാനം. പിന്നെ ഞാൻ അവിടെ 2 വർഷം ഗസ്റ്റ് ലെക്ചറായി പോയതിന്റെ ഒരു അറിവിൽ പറയുകയാ. അവിടെ 2 പേരുണ്ട്. ഒരാൾ ജയ്സൺ, ഒരാൾ അർജുൻ. അപ്പോൾ ഇവർ 2 പേരുമായിട്ട് മക്കൾ ഒന്നിനും പോകണ്ട. ഒന്നിനും പോയാൽ ആ കോളേജിൽ ഒന്നിനും തുടരാൻ കഴിയില്ല. അതെന്താ അങ്ങനെ ആന്റി? അതെന്താന്ന് ചോദിച്ചാല് അവരാണ് അവിടുത്തെ ക്ലബ്സ് മുഴുവൻ നോക്കി നടത്തുന്നത്. പിന്നെ പോരാത്തതിന് അവർ നന്നായിട്ട് പഠിക്കും. അതുമാത്രമല്ല, അവരുടെ പേരൻസ് ആണ് അവിടുത്തെ മാനേജ്മെന്റിൽ വലിയൊരു പോർഷൻ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അതില് ജയ്സൺ, അർജുൻ അവർ 2 പേരുമാണ്. അവരിപ്പോ സൂപ്പർ സീനിയേഴ്സ് ആയിരിക്കും. അവരായിട്ട് ഒന്നിനും പോകാൻ നിൽക്കണ്ട. പിന്നെ അതിൽ ജയ്സൺ, അവൻ വരാറേ ഇല്ല. എക്സാമിനും മാത്രമേ വരാറുള്ളൂ. അങ്ങോട്ട് പോയി തലയിടാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലാത്ത പക്ഷം അവർ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഡോണ്ട് വറി ഗീതാൻറ്റി, ഞാനുള്ളപ്പോ ഇവളെ ഒന്നിനും പോകില്ല. ലൈക്ക് അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞങ്ങളത് അനുസരിച്ചാ പോരെ. പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഇവള് ചെയ്യും. അങ്ങനെ നടക്കാൻ പോകുന്നത് അല്ലടി. ഓ, ഇവളെന്റെ പുക കാണിക്കും. വലിയ പത്രാസുകാരി. പിന്നെന്താ, ഞാൻ
കൂൾ ഗീതാന്റി, ഞാൻ ഇവിടെ നന്നാക്കി എടുത്തിരിക്കും. ഷുവർ. ഞാൻ പോകാൻ പോകുന്ന കോളേജിലേക്കോ അതോ ബോർഡിംഗ് സ്കൂളിലേക്കോ എനിക്ക് വയ്യ. ടൈം ഈസ് ടു ലേറ്റ്. കം ടു ഗോ. പോകാം. കം. എടി ചക്കി, നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നല്ലടി, നമുക്കൊന്ന് കോംപ്രമൈസ് ആവാം. നീ കോളേജിൽ നടക്കുന്നതൊക്കെ മമ്മിയോട് പോയി പറഞ്ഞാ പിന്നെ മമ്മി എന്റെ തല തിന്നു. അതുകൊണ്ട് നമുക്കൊരു കോംപ്രമൈസിൽ എത്തിയാലോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ നടക്കും, അല്ലാതെ ഒന്നും പുറത്തു പോകില്ല. അങ്ങനെ എനിക്ക് സുഖം, നിനക്ക് സുഖം. അല്ലെങ്കിൽ പിന്നെ കോളേജത്തെ കാര്യമൊക്കെ മമ്മി അറിഞ്ഞാ പിന്നെ എങ്ങനെയാ? നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ അടിച്ചു പൊളിക്കാൻ. നീ പറയോന്ന് പറഞ്ഞാ നിന്റെ മുട്ടുകാലം തല്ലിയെടുക്കും. സോറി ഇരിക്കൂ, നിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കില്ല. അത് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ഓ, ആദ്യം ഈ പിശാശിനായിട്ട് പണിയണം, ഇല്ലെങ്കിൽ എന്റെ കോളേജ് ലൈഫ് മൊത്തം മൂഞ്ചു. ഹേ ക്യൂട്ടീസ്, എങ്ങോട്ടാ തുള്ളിച്ചാടി? രണ്ടും ഇങ്ങോട്ടൊന്ന് വന്നേ, ചേട്ടന്മാരൊന്ന് പരിചയപ്പെടട്ടെ. ഓ, എന്താട്ടാ ഇതാ വരുന്നത്. ഇതാ നോക്ക്, അവര് നമ്മെ വിളിക്കുന്നത് സീനിയേഴ്സ് ആണെന്ന കാര്യം മറന്നു പോകരുത്. അവരെന്ത് ചോദിക്കുന്നോ അതിനങ്ങ് ആൻസർ പറഞ്ഞു കൊടുക്കുക. അവരെന്ത് ചെയ്യാൻ പറയുന്നോ അതങ്ങ് ചെയ്തു കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാം. വാ. ഓ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. പെട്ടെന്ന് വാ പിള്ളേരെ, പരിചയപ്പെടാനല്ലേ, വേറൊന്നിനല്ലല്ലോ. പെട്ടെന്ന് വായോ. എന്താ ചേട്ടാ, എന്താ വിളിപ്പിച്ചേ? മക്കളുടെ പേരെന്തൊക്കെയാ ചേട്ടന്മാരറിയട്ടെ? എന്റെ പേര് രുക്മിണി വിമൽ. രുക്മിണി വിമലോ? ഒരു ചേർച്ചയില്ലല്ലോ കൊച്ചേ. എന്നാ പേരാ അത്? അല്ല, മറ്റേ കൊച്ചിന്റെ പേരെന്താ? അതും ഇതുപോലത്തെയാണോ? അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനല്ലല്ലോ എനിക്ക് പേരിട്ടത്. അച്ഛന്റെ പേര് വിമലായിരുന്നു, അമ്മക്ക് ഇഷ്ടപ്പെട്ട പേര് രുക്മിണിയായിരുന്നു. രണ്ടും അങ്ങ് കൂട്ടിച്ചേർത്തു, അത്ര തന്നെ. ഹാ, ഈ കൊച്ചു അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലോടാ ക്ഷമേ. എന്താ നമുക്ക് ഇവക്ക് രണ്ടുപേർക്കും കൊടുക്കുക? അയ്യോ ഏട്ടന്മാരെ, പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട. ഇതുകൊണ്ട് സംസാരത്തിന്റെ ടോണിന്റെ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. ഇവക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. അതെ ചേട്ടന്മാരെ, എന്റെ മുഖത്ത് കാണുന്നില്ല റെസ്പെക്ട്. ഈ തെണ്ടി മിക്കവാറും എനിക്കും കൂടി പണി മേടിച്ച് തരും. ഓ പിന്നെ, കണ്ട് ചേട്ടന്മാര് ഒത്തിരി റെസ്പെക്ട് കണ്ടു. അതുകൊണ്ട് ചേട്ടന്മാര് മോളോട് ഒരു കാര്യം പറയാം, അതങ്ങ് കേൾക്കണം, അല്ലേടാ? അതിനെന്താ, ഞാൻ ചെയ്യാലോ. പാട്ട് പാടാണ് വേണ്ടത്, പാടിത്തരാലോ. ഹാ, ധൃതി വെക്കാതെ മോളെ, ചേട്ടന്മാരൊന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടെന്ന്. ഡി, നിനക്ക് എന്തിന്റെ കേടായിരിക്കൂ? ഹാ, ഇങ്ങനെ കടന്ന് പേടിക്കാതെ എന്റെ ശാലിനി കൊച്ചെ. അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ജെയ്സൺ, അർജുൻ, ഇവരെ മാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി. പിന്നെ വഴി പോകുന്നവരെല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറയരുത്. കിട്ടി, എനിക്ക് കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രുക്മിണി വിമല് ഭരതനാട്യം കരഞ്ഞുകൊണ്ട് ചെയ്യട്ടെ, നല്ല സെക്സി ആയിരിക്കും, അല്ലേ രുക്കു? പിന്നെ ഈ ശാലിനി കൊച്ച് ഒരു കാര്യം ചെയ്യട്ടെ. പരുന്തിൽ നിന്നും അമ്മക്കോയി കുഞ്ഞിനെ രക്ഷിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവാറില്ലേ, ഓർമ്മയുണ്ടോ? അതുണ്ടാക്കുക, അല്ലേ ക്ഷമേ? ആ, അത് കലക്കി. വേണമെങ്കിൽ അതിന്റെ കൂടെ അവള് തോളി തുഴയുന്ന പോലും കൂടി കാണിച്ചോട്ടെ. വേഗം വേണം. ഈശ്വര, ഇതൊക്കെ ഇവള് കാരണം. നോക്കിക്കോടി, ഇവിടെ നടന്നത് മൊത്തം ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ഓ, എന്റെ ശാലിനി, നീ ഒന്ന് കൂളാവും. ചേട്ടന്മാരെ, കുറച്ച് കുറക്കാൻ പറ്റുമോ? ഇതെന്നെ കൊണ്ട് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കുറക്കാൻ ഉദ്ദേശമില്ല, പെട്ടെന്ന് ചെയ്തോ. ചേട്ടന്മാരെ, ഞാൻ കോഴിയെ തിന്നലും മാത്രമേ ഉള്ളൂ. തിന്നുന്ന തിരക്കില് ഞാനതെങ്ങനെയാ തള്ള കുട്ടികളെ രക്ഷിക്കണമെന്ന് നോക്കിയിട്ടില്ല. നോക്കാൻ മറന്ന്. കുറച്ച് സമയം തരുകയാണെങ്കിൽ ഞാനത് നോട്ട് എഴുതി പഠിച്ചു തരാം. ഇപ്പൊ എന്നെ വെറുതെ വിടും പ്ലീസ്. എടി ഷാലു കൊച്ച, കിടന്ന് മോങ്ങി കോളാക്കാതെ ഞാൻ നിന്നെ രക്ഷിക്കാം. ചേട്ടന്മാരെ, ഇത് ഇത്തിരി കൂടിപ്പോയി. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ചെറുത് പറയുകയാണെങ്കിൽ ചെയ്യാന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. ഇതിപ്പോ ഇത്ര വലിയത് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ആരാണെന്ന് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. ഈ കോളേജിലെ ജെയ്സനെയും അർജുനെയും അറിയോ ചേട്ടന്മാർക്ക്? അവരുടെ സിസ്റ്റേഴ്സാ. ഞാൻ ജെയ്സന്റെ സിസ്റ്റർ, ഇവള് അർജുന്റെ സിസ്റ്റർ. അതെപ്പോ? ജെയ്സന്റെ അർജുന്റെ സിസ്റ്റേഴ്സോ? അതിനവർക്ക് സിസ്റ്റേഴ്സ് ഇല്ലല്ലോ, അവർ ഒറ്റ കുട്ടികളാണല്ലോ പേരൻസിന്. അതൊക്കെ എങ്ങനെ ശരിയാവും? ആൻസർ പറയടി. ആ, അതെ, അവരൊറ്റ കുട്ടികൾ തന്നെയാ. അതെനിക്കറിയാത്ത കാര്യമില്ലല്ലോ. കാരണം അവന്റെ ഒരു കാര്യവും എനിക്കറിയാത്തതില്ല. കാരണം ഞങ്ങൾ അങ്ങനെയാണേ. ഞാൻ അവന്റെ ഗേൾ ഫ്രണ്ടാ. പിന്നെ കോളേജിൽ ചെന്ന് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് ആളുകൾ പലതും പറയില്ലേ, അതുകൊണ്ട് ഞാൻ മറച്ചു വെച്ചതാ. നശിപ്പിച്ച. അയ്യോ, നിങ്ങൾ ജെയ്സന്റെ അർജുന്റെ ഗേൾ ഫ്രണ്ട്സ് ആണോ? അറിയില്ലായിരുന്നു. നൈസ് ടു മീറ്റ് യു. എന്തായാലും ഇവിടെ നടന്നു അവരോട് പറയണ്ട, നിങ്ങൾ പൊക്കോ.
ക്ലാസ് വേണമെങ്കിൽ ഇവൻ കാണിച്ചു തരും, പൊക്കോ. അല്ല, എന്റെ സംശയം അതല്ല, അവർ രണ്ടുപേരും എന്തേ നമ്മളോട് ഇതുവരെ പറയാൻ ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യം? ആ, വരുമ്പോ നേരിട്ട് ചോദിക്കാം. അല്ല, എന്നാലും ജെയ്സന് ഗേൾ ഫ്രണ്ട് അത് ഇമ്പോസിബിൾ ആണ്. ആ, അർജുനല്ലേ വരുന്നേ, നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. കയ്യിന്ന് പോയടി. അർജുനേട്ടനോ? അതായത് നിന്റെ ബോയ് ഫ്രണ്ട്? വാവ്, നിന്റെ ഏട്ടൻ എത്തിയടി, എത്തി. എന്തൊക്കെയായിരുന്നു നീ എന്നോട് പറഞ്ഞിരുന്നത്? ഇവിടെ നടക്കുന്നു മൊത്തം മമ്മിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നീയായി, നിന്റെ അർജുനേട്ടനായി. നിനക്കിട്ട് പണിയെന്ന് എനിക്ക് അപ്പേ തോന്നിയതാ, ഇപ്പോൾ നടന്നു. പിന്നെ ജെയ്സൺ, ഞാൻ സേഫാണ്. ആ സെം എക്സാമിന് മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് എന്റെ കാര്യം സേഫായി. നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഊരാൻ നോക്ക്. എനിക്ക് വേറൊന്നും അറിയണ്ട. അമ്മേ നാരായണ, ദേവിയും നാരായണ. ബൈ. നീ വെള്ളം കിട്ടാതെ ചോവടിരിക്കും, നോക്കിക്കോ. എന്തോന്നാ, റാഗിങ് ആണോ ഏർപ്പാട്? നടക്കട്ടെ, ഞാനങ്ങ് മാറി തന്നേക്കാം. അർജുനെ, നീ ചെയ്യാത്ത പരിപാടിയൊന്നും അല്ലല്ലോ. പിന്നെ സ്വന്തം പെണ്ണിന്റെ മുന്നിൽ ഷോ. നടക്കട്ടെ. എടാ, നമുക്കൊക്കെ മാറി നിന്നേക്കാം. ഇവരായി ഇവരുടെ പാടായി. നമ്മളെന്തിനാ വെറുതെ സ്വർഗത്തില് കട്ടുറും പോകുന്നേ? ഹലോ ചേട്ടാ, ഞാൻ രുക്മിണി വിമൽ. ഇവര് റാഗിങ് ചെയ്തപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെറിയൊരു നുണ പറഞ്ഞു. ചേട്ടന്റെ ഗേൾ ഫ്രണ്ടാണ് ഇവളെന്ന് പറഞ്ഞു. ഇവളാളൊരു പാവാണ്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കള്ളം പറയേണ്ടി വന്നു. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. കൂട്ടത്തിൽ ഇവളോടും. എന്റെ ഗേൾഫ്രണ്ടോ? ആര്? നീയോ? അത് ഇവളോ? ഇവളോ? എന്നിട്ട് ഈശ്വര, ഇവളെന്നെ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയാക്കും. അത് കൊള്ളാലോ. എന്നിട്ട് എന്താ എന്റെ കാമുകി എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാത്തേ? ചേട്ടാ, അവളുടെ പേര് ശാലിനി. ഞാൻ ശാലു എന്ന് വിളിക്കും. അവളൊന്നും മിണ്ടില്ല. അവള് ഭദ്രയും മൂങ്ങയുമാണ്. മൂങ്ങയോ? സ്ലിപ്പായതാടോ. അതായത് അവക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിനിപ്പോ എന്താ പറയാ, അവള് മൂക്കയാണ്. മൂക്ക. അവക്കൊന്നും മിണ്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് പോട്ടെ. ഓ, ഐ എം സോറി, അതെനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, എന്റെ അമ്മയ്ക്കും സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഭാഷ നന്നായിട്ട് വഴങ്ങും. അതുകൊണ്ട് നാളെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഷാലു, ഞാനങ്ങനെ വിളിച്ചോട്ടെ. ഞാനങ്ങനെ വിളിക്കാൻ പോവാ. എന്തായാലും നാളെ കാണാം. ബൈ ഷാലു. ചേട്ടന് ഇഷ്ടമുള്ളത് വിളിച്ചോ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഞങ്ങൾ വരട്ടെ. ഒരു ഓലക്കീറും വെള്ളത്തുണി എടുത്ത എന്റെ കാര്യങ്ങൾ തീരുമാനാക്കായിരുന്നു. ഈ കുരിശിനെ എന്ത് കരുതിയിട്ടാ ഞാൻ ചുമന്നേ. നിക്കടി അവിടെ. എന്തൊക്കെയാ നീ വിളിച്ചു കൂവിയെ? എനിക്ക് മിണ്ടാൻ കഴിയില്ലെന്നോ? നീ എന്ത് കരുതിയിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞ്? അയാളോട് നീ എന്താ പറഞ്ഞ്? ഞാൻ അവളുടെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞോ? ഇനി ഞാൻ ആ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കൂടി? എടി, ഇതിനൊന്നും ആൻസർ പറഞ്ഞത് നീ എങ്ങോട്ടടി പോന്നെ? പറയടി. ഷാലു, പതിയെ. നീ കോളേജിലെ മൂവയാണ്. നീ ആ കാര്യം മറക്കരുത്. പിന്നെ നിന്റെ ബോയ് ഫ്രണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ. അങ്ങേരെ കേട്ടാ നിന്റെ കൊയ് അങ്ങേരെ കുത്തിക്കോളും. പിന്നെ മറ്റൊരു കാര്യം, നിന്റെ കൊനിഷ്ടിച്ചിരി അതൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്ക്. പ്രത്യേകിച്ച് അങ്ങേരെ ഈ പരിസരത്തുള്ളപ്പോ. പിന്നെ ഞാൻ സേഫാണെന്നുള്ള കാര്യം നീ മറക്കരുത്. എന്റെ ജെയ്സിനായിട്ടായി വരാറില്ല, അതുകൊണ്ട് ഞാൻ സേഫാണ്. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പറയാനാണ് പ്ലാൻ എങ്കിൽ നിനക്കുള്ള അടുത്ത പണി ഞാൻ തരും. അധികം അർജുനായിട്ടും വഴി തന്നെയായിരിക്കും. അതുകൊണ്ട് പേടിക്കണ്ട, നമുക്കിപ്പോ ക്ലാസ് പോവാം. വാ മോളെ, വാ. ഓ, ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സോ? ഈ പരിപാടി നിർത്താനായില്ലേ? ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ എണ്ണ എന്റെ വൈബിനനുസരിച്ച് കാണുന്നില്ലല്ലോ എന്റെ ദൈവമേ. മേ ഐ കം ഇൻ സർ? അതിനിപ്പെന്താ, സിറ്റ് സിറ്റ്. ഇനി എങ്ങാനും ഇതെനിക്കുള്ള അടുത്ത പണിയാവും എന്റെ ഭഗവതി. എന്റെ പേര് ടീന ജോസഫ്. എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര്? നൈസ് മീറ്റ് യു. എന്റെ പേര് രുക്മിണി വിമൽ. നിനക്ക് വേണമെങ്കിൽ രുക്ക് എന്ന് വിളിക്കാം.
ഇവള് ശാലിനി, നിനക്ക് വേണമെങ്കിൽ ഷാലു എന്ന് വിളിക്കാം. എന്തായാലും നെക്സ്റ്റ് മീറ്റ്. ഓ നെക്സ്റ്റ് മീറ്റ് ഷാലു എന്തൊക്കെ. അല്ല, എന്താ ഷാലുവിന്റെ മുഖത്ത് ഒരു സങ്കടം പോലെ? എന്ത് പറ്റി ഷാലു? വല്ല റാഗിങ്ങിന് ഇടയായോ? അയ്യോ, റാഗിങ്ങിനൊന്നും ഇടയായിട്ടില്ല. അവളെ ആരും റാഗ് ചെയ്യണ്ടെന്ന് കരുതി ഞാൻ ചെറിയൊരു ഹെൽപ്പ് ചെയ്തു. ഇവിടുത്തെ ഫേമസ് സീനിയറുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കള്ളം പറഞ്ഞു. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാ അവളിങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നേ. കണ്ടോ അവളുടെ നോട്ടം കണ്ടോ? ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തിട്ടാ? ഇവിടെ 2 ഫേമസ് സീനിയേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ജെയ്സനും അർജുനും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവള് അർജുന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. ഞാൻ ജെയ്സന്റെതും. ആ അർജുനാണെങ്കിൽ ഇവളെ പിടിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അവളെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവള് മൂവിയാണെന്ന് പറഞ്ഞു. ഇത്ര ഞാൻ ചെയ്തുള്ളൂ. അതിനാ ഇവളിങ്ങനെ കുശുമ്പ് കയറി നിൽക്കുന്നേ. ആടി, എന്നെ പറഞ്ഞാൽ മതി. നിന്നെ നന്നാക്കിക്കോളെന്ന് പറഞ്ഞ് നിന്റെ മമ്മിയോട് ഏറ്റതാ ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ച് നിനക്കെന്താ ഉമ്മ തരണോടി? നീ ഒരു കാര്യം ചെയ്യും, ആ അർജുനേട്ടനെ പോയി കണ്ടിട്ട് ഞാൻ മൂകയല്ലെന്ന് പറ. വേണമെങ്കിൽ പ്രേമിച്ചോടി, നല്ല ഹാൻസം ബോയ് ഫ്രണ്ട്. എന്നാ ഗ്ലാമറാ. വാ വാ വാ, ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ജേസനും കൂടി അങ്ങ് വന്നിരുന്നെങ്കിൽ തകർത്തേനെ. അല്ലാതെ ഈ കോളേജ് വരാൻ എനിക്ക് ഒരു റീസൺ ഉണ്ടായിരുന്നു. കാരണം ഞാൻ സിംഗിൾ അല്ല, ഞാൻ മിങ്കിളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് വലിയ തേങ്ങ കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്റെ ചക്കനങ്ങ് ദുബായിലാണേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോ നിങ്ങളുടെ 2 പേരുടെ സ്റ്റോറി കേട്ടപ്പോ സംതിങ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഞാൻ സിംഗിൾ അല്ലായിരുന്നെങ്കിൽ കാണേണ്ടായിരുന്നു നിങ്ങൾ 2 പേരും. ഞാൻ ഇവിടെ ഒരു ഗർജിക്കുന്ന സിംഹമായിരുന്നേനെ. എന്റെ ഗർജന നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? കേട്ടോളൂ. ഐഷ്, ഈ മരപ്പട്ടിക്ക് പറ്റ ഈനാൻ വെച്ച്. അപ്പൊ ടീന, നീ എന്റെ കൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ നമുക്ക് ഈ ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചടക്കണം. നമുക്ക് പുറത്തേക്കൊന്ന് പോയി വേണമെങ്കിൽ ഇവളുടെ അർജുനേട്ടനേക്ക് ഒന്ന് കണ്ട് 2 മുട്ട പപ്സും ലൈമൊക്കെ കുടിച്ച് അങ്ങ് വന്നാലോ? നീ എന്ത് പറയുന്നു? പോയാലോ? ക്ലാസ് കട്ടാക്കിയാലോ? പിന്നെ പോകാം, ഇപ്പൊ തന്നെ പോകാം. 2 കൂടി ഫസ്റ്റ് ഡേ തന്നെ കട്ടാക്കാൻ തീരുമാനിച്ചു. എന്തായാലും എന്നെ വിളിക്കണ്ട, ഞാനില്ല. ഓ, ഇവളെ കൊണ്ട് അർജുനേട്ടന്റെ മൂകയായ ഗേൾ ഫ്രണ്ട് ആരാ? ഞാനാ. അപ്പോ അടുത്ത പണി പെടലിക്കിട്ട് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ മര്യാദക്ക് എന്റെ കൂടെ വന്നോ. ആ, നിങ്ങൾ എവിടെ ഇരിക്കും, ഞാൻ മുട്ട പപ്സും ലെമൺ ഓർഡർ ചെയ്യാം. ഈശ്വര, നല്ല ചൂടോട് കൂടി മൊരിഞ്ഞ പപ്സ് ആയിരിക്കണേ. ഓ, നിങ്ങൾ 2 പേരുടെയും പ്രാർത്ഥന കേട്ട് തോന്നും യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിസൾട്ട് നോക്കുവാന്ന്. മര്യാദക്ക് കിട്ടിയത് തിന്ന് എണീറ്റ് പോകാൻ നോക്കും. ഓക്കെ ഷാലു, കഴിക്കട്ടില്ല, ഇല്ലെങ്കിൽ അവള് നമ്മളെ പിടിച്ചു തിന്നു. എക്സ്ക്യൂസ് മീ, ഫസ്റ്റ് ഇയർ ആണോ? അതും ആദ്യ ദിവസം തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വരാൻ? ആഹാ, നിങ്ങളാൾ കൊള്ളാലോ. അത് പിന്നെ ചേച്ചി, ഞങ്ങൾക്ക് 3 പേർക്കും വല്ലാതെ ദാഹിച്ചു, അതുകൊണ്ട് കയറിയതാ. ഓഹോ, എന്നിട്ട് ദാഹം മാറിയോ? ഇല്ല, മാറിയില്ല. എനിക്കൊരു ഗ്ലാസ് ലേമ കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ ബജറ്റില്ല. ചേച്ചിമാര് വാങ്ങിത്തരുന്നോ? ടീന, കണ്ടാലറിയില്ലേ, ചേച്ചിമാര് നമുക്കത് വാങ്ങിത്തരാനാ വന്നത്. അപ്പോ ഒരു ഗ്ലാസ് എനിക്ക് പോന്നോട്ടെ ചേച്ചിമാരെ. നശിപ്പിച്ച്. അതിനെന്താ, വാങ്ങിത്തരാലോ പിള്ളേർക്ക്. പിള്ളേർ ആദ്യം എണീറ്റേ. ദേ ചേച്ചിമാരെ, കളി ഇങ്ങോട്ട് വേണ്ട. ഇവർ 2 പേര് ആരാന്നറിഞ്ഞ ചേച്ചിമാർ ഞെട്ടും. ഞെട്ടാ മാത്രം ആരാ ഇവള്? ദേ ചേച്ചിമാരെ, ഈ ഇരിക്കുന്നത് ആരാന്ന് അറിയാ ചേച്ചിമാർക്ക്? ഇതിലൊരാൾ അർജുന്റെ ഗേൾഫ്രണ്ട്, മറ്റേയാള് ജെയ്സന്റെ ഗേൾഫ്രണ്ട്. സോ റാഗിങ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ നിങ്ങൾ തീർന്ന്, അവര് നിങ്ങളെ തീർക്കും. അതുകൊണ്ട് പൊക്കോ ചേച്ചിമാരെ. എടി, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് നീ ആരെ പെണ്ണാണെന്ന്. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാ. ഓ, ഐ ആം സോറി, അതാ ഫ്ലോർ അങ്ങ് വന്നു പോയതാ. ചേച്ചിമാരെ, ഞാൻ ജെയ്സന്റെ പെണ്ണാ. ആ റീല് കണ്ട ആ ഫ്ലോറിൽ വന്നു പോയതാ. ഇപ്പൊ മൊത്തം മഞ്ജുവിന്റെ പെണ്ണാണല്ലോ കളി. അയ്യോ, ജെയ്സനേട്ടന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. നൈസ് ടു മീറ്റ് യു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എങ്കിൽ കഴിച്ചോളൂ. ഇവർക്ക് വേണമെങ്കിൽ 2 മുട്ട പപ്സും കൂടി ഞാൻ ഓർഡർ ചെയ്തോളാം. ഓക്കെ, കഴിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കഴിച്ചതിന്റെ ബില്ല് ഞാൻ അടച്ചോളാം. ഓക്കെ, ബൈ. അവര് ബില്ലടച്ചോളാന്ന് അതിനർത്ഥം ആ ജെയ്സനെ വെച്ച് നമുക്ക് ഈ കോളേജിനൊരു പൊളി പൊളിക്കാം. ഓ, ഞാൻ കസറും നോക്കിക്കോ. ഓ, ജെയ്സൺ മാത്രല്ലല്ലോ, അർജുനുണ്ടല്ലോ നമ്മുടെ കയ്യില്.
നമുക്കിനി എല്ലാ ദിവസവും ക്യാൻറ്റീൻ വന്നിട്ട് ഇങ്ങനെ ഫുഡ് എടുക്കാം. അവര് ബില്ലടിച്ചോടി. ഓ ഞാൻ റെഡി. നിർത്തുന്നുണ്ടോ രണ്ടുപേരും? യൂണിവേഴ്സിറ്റി എക്സാമിന് സിലബസ് നോക്കുന്ന പോലെ അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് ഇന്നത്തോടു കൂടി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കെടുക്കൂ. ചാലു, നീ എന്നോട് കിടന്ന് തിളക്കാതെ ആ വരുന്നത് ആരാ നോക്കിക്കേ. എന്നിട്ട് ആ വായ നടച്ചൊക്കെ കുറച്ചു നേരം. ഇതാ അങ്ങോട്ട് നോക്ക്, ആ വരുന്നത് ആരാന്ന്? മുറ്റത്തൊരു മൈന. ആഹാ, നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ക്യാൻറ്റീനിലെത്തിയോ? ഹായ് രുക്കു. ഹായ് ഷാലു. ഷാലു, വാ തുറക്കരുത്. അർജുനേട്ടോ, ഞാൻ ടീന. എന്നെ കണ്ടില്ലായിരുന്നോ? ഹോ, ഹായ് ടീന, ആം അർജുൻ. പിന്നെ ഷാലു ഫ്രീ ആണെങ്കിൽ ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കണം. അപ്പുറത്തേക്കോ? ഈശ്വരാ, ഇവളെ ഇന്ന് ഞാൻ ഈ പിശാശം മിക്കവാറും എന്നെ ഇന്ന് കൊല്ലും. ആ ചെല്ലു ഷാലു, ഏട്ടൻ വിളിക്കുന്ന കേട്ടില്ലേ? ഇയാളിതെങ്ങോട്ട് ഈ നടന്നു പോകുന്നു? ചെല്ലുന്നു, ഇതെല്ലാം അവളുടെ പണിയാണെന്ന് പറയുന്നു, ഒരു സോറി പറയുന്നു, പോരുന്നു. ഹോ, തലയിടിച്ചോ? അത് സാറില്ല ഷാലു, ഞാൻ നിന്നെ വിളിപ്പിച്ചെന്താന്നറിയോ? എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ അത് തുറന്നു പറയാൻ വേണ്ടി വിളിച്ചതാ. നീ ഒരിക്കലും കരുതരുത്, നിനക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് സിമ്പതി തോന്നിയിട്ടാണ് നിന്നോട് സ്നേഹമെന്ന് ഒരിക്കലും തോന്നരുത്. കാരണം എന്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. എനിക്ക് അങ്ങനെയുള്ളവരെ പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ സംസാരിക്കാൻ കഴിവുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ചിലര് വാ തുറന്ന നുണയെ പറയുള്ളൂ. അങ്ങനെയുള്ള കൂട്ടത്തിന് എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. പിന്നെ നിന്റെ റെസ്പോൺസ് എന്തായാലും ഞാൻ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നീ 2-3 ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഓക്കെ? പിന്നെ നീ ഇതെങ്ങനെ എന്നോട് തുറന്നു പറയുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ അത് വേണ്ട. എനിക്ക് സൈൻ ലാംഗ്വേജ് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന്. എന്നാ ഞാൻ വരട്ടെ, നീ നന്നായി ആലോചിക്കും. അയാൾ പോകുന്നത് വരെ വാ തുറക്കല്ല ഷാലു. എന്തൊക്കെയാ ഇനി പറയാ? സൈൻ ലാംഗ്വേജോ? ഈശ്വര, അവളെ ഞാൻ അൽഫാമാക്കും, നോക്കിക്കോ. ഹലോ അർച്ചനേട്ടാ, എന്താണ് ഗേൾഫ്രണ്ട് കോളേജ് വന്നപ്പോ കാണാൻ കിട്ടുന്നില്ലല്ലോ? എടുക്ക് ഞങ്ങളെയൊക്കെ ഒന്ന് മെയിൻ്റെ ആക്കുന്നേ. ഗേൾഫ്രണ്ടോ? അതിന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല. ഞാൻ എന്റെ ഫീലിങ്സ് പറഞ്ഞിട്ടുണ്ട്. അവള് യെസ് പറയണെങ്കിൽ മേ ബി അതെന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കാം. ബട്ട് നിങ്ങളോട് നുണ പറഞ്ഞ സ്ഥിതിക്ക് അവളെ പിടിച്ച് കൊടയാൻ നിൽക്കണ്ട. അത് ഭാവിയിൽ എന്റെ ഗേൾഫ്രണ്ട് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതൊരു പാവാടാ, അതിന് സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കാൻ കഴിയില്ലതോ? ആഹാ, എന്നാ നന്നായി പറ്റിച്ചു വിട്ടിട്ടുണ്ട് ഏട്ടനെ. കാരണം എന്താന്ന് വെച്ചാല് അവർ രണ്ടുപേരും കലപ്പില സംസാരിക്കും. പിന്നെ ആ ചെറുതില്ലേ, ആ വെള്ളാരം കണ്ടില്ല, അത് ജെയ്സിന്റെ ഗേൾഫ്രണ്ട് എന്നാ ഞങ്ങളോട് പറഞ്ഞേ. ആഹാ, അപ്പൊ ഇതൊക്കെ കള്ളായിരുന്നു. പൊളിക്കണ്ടേ നമുക്ക്? സംസാരിക്കുന്നോ? അവൾ എന്നോട് കള്ളം പറയായിരുന്നു. സത്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? ഓ, ഇനി ഞങ്ങൾ പറഞ്ഞ വിശ്വാസത്തിലേക്ക് ഒന്ന് പോയി നോക്ക്. അവരറിയാതെ അവരെ വാച്ച് ചെയ്ത് നോക്ക്. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. 24 hours ക്യാൻറ്റീനിലല്ലേ, അവിടെ തന്നെ പോയി നോക്കാം. എടി ജുക്കു, ആഹാ, എനിക്ക് ആലോചിച്ചിട്ടുണ്ട് ദേഷ്യം വരുന്നു. എടി, ആ മനുഷ്യൻ എന്നെ പ്രപ്പോസ് ചെയ്തടി. ഞാനിനി എന്താ ചെയ്യണ്ടേ? ആംഗ്യ ഭാഷ പഠിക്കാനോ? എന്നിട്ട് ഇഷ്ടമല്ലെന്ന് പറയാനോ? ഇതെല്ലാം നിന്റെ തലയിൽ നിന്ന് വന്ന ഐഡിയ ആണ്. അവർ റാഗിങ് ചെയ്തെങ്കിൽ ചെയ്ത് പോകില്ലായിരുന്നു. എടി ഒരു ബട്ടവളെ, നീ ആ ജയ്സൺ വരില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ നടക്കുന്നേ? എടി അതെല്ലോ, എന്റെ ജയ്സണേട്ടായി വരില്ല, ആ ധൈര്യത്തിലല്ലേ ഞാനിങ്ങനെ പറഞ്ഞേ. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് അർജുനേട്ടനെ തന്നെ ഞാൻ ജയ്സനെ എടുത്തേ. ഇതിനൊക്കെ ദൈവം നിന്നോട് കണക്ക് ചോദിക്കലുക്കോ, നോക്കിക്കോ. ഗേൾസ് അടങ്ങിയിരിക്കും. ഓ, ഇന്നൊരു സീനിയേഴ്സിനെയും കാണാനില്ലല്ലോ. നമ്മളെ ഒന്ന് റെസ്പെക്ട് ചെയ്യിപ്പിക്കാന്ന് കരുതിയപ്പോ ഒറ്റ തന്നെയും കാണുന്നില്ലല്ലോ. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇതൊക്കെ ജെയ്സൺ അറിയണല്ലോ. അവനറിയാത്ത അവന്റെ ഗേൾഫ്രണ്ടിനെ അവനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണല്ലോ. പിന്നെ എന്റത് അത് ശരിയാക്കാം. ഓ, ഇതെന്റെ എന്താ എടുക്കാത്ത? ഹലോ ജെയ്സ, എടാ നീ അവിടെ ചൊറിയും കുത്തി നോക്കിയിരുന്നു. നിനക്ക് ഗേൾഫ്രണ്ട് ഇറങ്ങിയിട്ടുണ്ട് കോളേജില്. അവളെ മീറ്റ് ചെയ്യാൻ വരുന്നില്ലേ? ആന്ന്, തന്റെ എന്റെയും ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞ് 2 ഇവിടെ കിടന്ന് വിലസുന്നുണ്ട്.
അതിനെ പിടിക്കണ്ടേ? എനിക്ക് എന്റെതിനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. തനിക്ക് തൻ്റെത് കാണണമെന്നുണ്ടെങ്കിൽ കോളേജിലോട്ട് വായോ. இரும்பு போல பொதடு உனக்கு அதன் திருந்தும் போது கரண்ட் போல ஷாக்கு எனக்கு. ഓ എഴുന്നള്ളിയോ? എഴുന്നള്ളന്റെ പിന്നെ ഇത്ര കാലം എത്ര പെൺപിള്ളേര് പിന്നാലെ നടന്നതാ. എന്നിട്ട് ഒരുത്തി വന്ന് അങ്ങ് ഫ്രീ ആയി ഗോളടിച്ച് പോകാൻ പറ്റുമോ? എന്റെ ഗേൾഫ്രണ്ടിനെ ഞാനൊന്നും പോയി കാണിട്ടടാ. എവിടെ അവള്? ഇതാ ഫോണ് കളിച്ചോണ്ട് വരുന്ന സാധന നിന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞത്. ഈ എന്താ പോയി ചോദിക്കാത്ത? ഓ അടിച്ച് ഇവനും ക്രഷ് അടിച്ചു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എന്റെ കണ്ണിന് ഒരു പെണ്ണിനെ അങ്ങ് പിടിക്കത്തില്ലായിരുന്നു. ഇപ്പതാ പിടിച്ച പെണ്ണ് എന്റെ പേരും പറഞ്ഞു വന്നേക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ അതിന് പോയി പരിചയപ്പെടണ്ടേ? ഞാനൊന്ന് പരിചയപ്പെട്ടിട്ട് വരാടാ. നിക്കടി അവിടെ. ഞാൻ വിളിച്ചത് കേട്ടില്ലായിരുന്നോ? വൺ സെക്കൻഡ്. ഞാൻ എന്താ പറഞ്ഞ? എന്നെയാണോ ഡി എന്ന് വിളിച്ചേ? എത്ര ധൈര്യം ഉണ്ടായിട്ടോ എന്നെ ഡി എന്ന് വിളിച്ചേ? ഡി എന്ന് വിളിക്കാൻ അത്രക്ക് ധൈര്യം വേണോ? വേണം, പ്രത്യേകിച്ച് എന്നെ വിളിക്കാൻ. ഞാനാരെന്ന് തനിക്ക് ശരിക്കറിയില്ല. അതറിഞ്ഞ നീ വിളിക്കില്ലായിരുന്നു. പോട്ടെ, തന്റെ പേരെന്താ? എന്റെ പേര് സ്റ്റീഫൻ. ഓ, അപ്പൊ താനാണല്ലേ സ്റ്റീഫൻ നെടുമ്പള്ളി? അല്ല, ഞാൻ സ്റ്റീഫൻ മണ്ണാർക്കാട്. അപ്പൊ കേട്ടോ സ്റ്റീഫൻ മണ്ണാർക്കാട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ ഡി പോടിന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട. എനിക്ക് അത്യാവശ്യം റെസ്പെക്ട് വേണം. അത് നിന്റെ അടുത്തുനിന്ന് വേണം. കാരണം എന്താണെന്നറിയോ? എന്നെ ഇവിടെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ ഞാൻ ജെയ്സന്റെ ഗേൾഫ്രണ്ടാ. നീ ജെയ്സനെ അറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ജെയ്സന്റെ ഗേൾഫ്രണ്ടാ. എന്റെ ഏട്ടായി ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ. അയ്യോ, ഏട്ടായിനോട് പറയല്ലേ. ക്ഷമിക്കണേ വിമലേട്ടത്തി. വിമലേട്ടത്തിയാ? അതെന്ത് പേര്? റെസ്പെക്ട് ഉണ്ടായിരിക്കാം. എന്നാലും എന്റെ പേരെങ്ങനെ തനിക്കറിയാം? അതെന്ത് ചോദ്യം വിമലേട്ടത്തി? ജെയ്സനേട്ടായിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ കൂടെ ഗേൾഫ്രണ്ട് അല്ലേ? എന്നാലും എന്റെ വിമലേട്ടത്തി എങ്ങനെ ജെയ്സനെ വളച്ചു? ആള് ഭയങ്കര റഫാണല്ലോ. അതൊരു കഥയാക്കി പറയാനുണ്ടോ? അല്ല, ഞങ്ങള് കോളേജിലുള്ളവർക്ക് അറിയാനൊരു ത്വര, അതാ ചോദിച്ചേ. ഉണ്ടോന്നോ? അതെന്ത് ചോദ്യം? കഥയ്ക്കല്ല, സിനിമയാക്കാൻ മാത്രമുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ നിന്നത് പറഞ്ഞു തന്നാ ഒരു രസം കിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? കാന്റീനിൽ പോയാലോ? താഴേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാണെങ്കിൽ ഞാൻ കഥ പറയാൻ റെഡിയാണ്. താൻ റെഡിയാണോ? ഓക്കെ. ഈ സ്റ്റോറി കേക്കല് എന്റെ ഒരു തലവിധിയായി പോയി. അത് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് മാത്രം. നടക്കാൻ കൊണ്ട് വിമലേട്ടത്തി തീറ്റയും കൂടി നടക്കല്ലാതെ സ്റ്റോറി വന്നില്ലാട്ടോ. ഞാൻ ഇതിന് കാത്തിരിക്കായിരുന്നേ. അല്ല, ഞങ്ങളുടെ ത്വര മനസ്സിലാക്കണം വിമലേട്ടത്തി. ഓ, സ്റ്റോറി അത് അങ്ങ് മറന്നുപോയി. അത് പിന്നെ അതിപ്പോ ഇത്ര പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്നെ ജെയ്സൺ കാണുന്നത് ഒരു സാരിയിലായിരുന്നു. അന്ന് ഞാൻ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോ അവര് പറഞ്ഞ് എന്നെ ഇഷ്ടാന്ന്. പിന്നെ കുറച്ച് ദിവസം ഞാൻ വട്ടം കറക്കി. പിന്നെ ഒരു ദിവസം എന്നോട് ബൈക്കിൽ കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കേറാന്ന്. ഓ, ഈ തിന്നുന്നതിന്റെ ഇടയിലും കഥ പറഞ്ഞല്ലോ വിമലേട്ടത്തി. എന്തായാലും വിമലേട്ടത്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. സാരിയിലല്ലെങ്കിലും കണ്ടപ്പോ ഞാനും ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റ് ആയി പോയി. എന്താണ്? അതായത് വിമലേട്ടത്തി, നമ്മുടെ ജെയ്സന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ കോളേജിലത്തെ ഗേൾഫ്രണ്ട് അല്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ സ്റ്റീഫ, നീ എന്നെ ഇങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടി ആക്കാതെ. ഐ ബിലോങ്സ് ടു ജെയ്സൺ. ജെയ്സനായിട്ട് സ്വന്തമാണ് ഇരിക്കും. തൽക്കാലം സ്റ്റീഫൻ മണ്ണാർക്കാട് ചെന്ന് ബില്ലടക്കാൻ നോക്ക്. ചേച്ചി പോട്ടെ, ചേച്ചിക്ക് ലൈബ്രറി വരെ ഒന്ന് പോണം. വിമലേട്ടത്തി ലൈബ്രറിക്കാണോ? ഞാനുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം. വായട്ടത്തി, വായ വിമലേട്ടത്തി. എങ്കിൽ എനിക്കിപ്പോ ലൈബ്രറിയിലേക്ക് പോകണ്ടെങ്കിലോ? അങ്ങനെ പറഞ്ഞു ഏട്ടത്തി. കാരണം ജെയ്സനായിട്ടായി വരുമ്പോ ചേച്ചിക്ക് റെസ്പെക്റ്റും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു കേസാവും. അതുകൊണ്ടാ ഞാൻ വരുന്നുണ്ട്. ചേച്ചിക്ക് നടക്ക്. വായു ചേച്ചി. രാത്രി ശുഭരാത്രി. ഓ, ഈവനിങ് ആയിരുന്നെങ്കിൽ വീട്ടിൽ പോയായിരുന്നു. മടുത്തെനിക്ക്. ഹായ് ഷാലു.
ഈശ്വര, ഇതാ പിശാശല്ലേ. ഇനി എന്റെ വായ കുറച്ചു നേരം അടച്ചു വെക്കണല്ലോ. അപ്പോ നമ്മുടെ ഫസ്റ്റ് മീറ്റ് കഴിഞ്ഞു. ഇനി നാളെ തന്റെ റെസ്പോൺസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിലും എസ് അല്ലാതെ താൻ എന്ത് പറയാനാ അല്ലെ ഷാലു? നമ്മൾ എന്തായാലും കോളേജിലെ ഹോട്ട് കപ്പിൾസ് ആയിരിക്കും. ഈശ്വര, വാ തുറക്കാനും വയ്യ, തുറന്നാലും പെട്ട്, തുറന്നില്ലെങ്കിലും പെട്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? കുറച്ചു നേരം പഴം പിഴിങ്ങിയ പോലെ ഇരിക്ക, അപ്പൊ പോകുമായിരിക്കും. കുറച്ചു നേരം മിണ്ടാതിരിക്ക, പോകുമായിരിക്കും തെണ്ടി. അഭിനയിക്ക് തന്നെയാണല്ലോ ദൈവമേ. എന്നിട്ട് പറഞ്ഞു തീർന്നില്ലേ? പോയിക്കൂടെ ഒന്ന്. ഓഹോ, നീ വാ തുറക്കില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ തുറപ്പിക്കൂടെ? ഷാലു, യു നോ സംതിങ്? ലുക്ക് യുവർ ഐസ് ആൻഡ് ലിപ്സ്, എവറിത്തിങ് വെയിറ്റിംഗ് ഫോർ മീ, ഈസ് ഇറ്റ്? ഇയാളിതെന്ത് തേങ്ങയൊക്കെ പറയുന്നത്? ഒരു അലക്ക് കിട്ടിയിരുന്നെങ്കിൽ തറക്കിട്ടങ്ങ് കൊടുക്കായിരുന്നു. ജോസഫെ, കുട്ടി മിണ്ടുന്നില്ല. ജോസഫെ, കുട്ടി മിണ്ടുന്നില്ല. അല്ലെങ്കിലും മിണ്ടില്ലല്ലോ, സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും നാളെ എനിക്ക് ഇതിന്റെ റിപ്ലൈ ആംഗ്യ ഭാഷയിൽ മതി. ഞാൻ വരാവേ, ബൈ. ഹൗ പോയി കിട്ടി. അല്ല, ആംഗ്യ ഭാഷയില് ഞാന് എങ്ങനെ റിപ്ലൈ കൊടുക്കാനാ? വിമലേട്ടത്തി, ഇതിലേതാ വിമലേട്ടത്തിക്ക് വേണ്ട പുസ്തകം? പറഞ്ഞതായോ, ഞാൻ എടുത്തു തരാം. ഓ, ഇവനെ കൊണ്ട് ഞാൻ ഏത് വായിച്ചാലും എന്താ തനിക്ക്? അത് പിന്നെ ഒരു ത്വര അതാന്നേ. അല്ല, ജെയ്സന്റെ ഗേൾഫ്രണ്ട് ഏത് പുസ്തകം വായിക്കുന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര കൊണ്ട് ചോദിച്ചതാ. അതുകൊണ്ട് ചോദിച്ചാ വിമലെടുത്തി ചൂടാവാതെ. ഓ, ഇത്രയധികം ത്വര വരാൻ നീ ത്വരപ്പം കൊച്ചുണ്ടോ? ഈ ശല്യത്തിന് ഒഴിവാക്കാൻ വേണ്ടിയാ ലൈബ്രറിക്ക് വന്നേ. അപ്പൊ ഈ പിശാശ് എന്റെ കൂടെ ഇങ്ങോട്ട് വന്ന്. ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഒഴിവാക്കും? അയ്യോ, എന്ത് പറ്റി വിമലേട്ടത്തി? കിട്ടി. ഇതായിരുന്നു ഞാൻ തെരഞ്ഞ പുസ്തകം. അപ്പൊ ഇത് കിട്ടിയ സ്ഥിതിക്ക് താൻ പൊക്കോ. ഞാനിവിടെ ജെയ്സനൊക്കെ ഓർത്ത് ഇതിവിടെ റൊമാൻറ്റിക് ആയിരുന്നു വായിക്കട്ടെ. അയ്യേ, ഇതായിരുന്നു വിമലേട്ടത്തി തെരഞ്ഞ പുസ്തകം. ഇതൊക്കെ ഒരു ബുക്കാണോ? ഞാനൊരു കാര്യം കാണിച്ചിട്ട് ഇത് അങ്ങോട്ട് നോക്കിക്കേ, ആ പുസ്തകം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിച്ചോ. താൻ പോയി തന്നെ. ഇതൊക്കെ ജെയ്സനായിട്ടായി അറിഞ്ഞാൽ അതായത് വിമലെടുത്തി, ഞാൻ പറയാൻ വന്നത്, എപ്പോഴും ജെയ്സനെ മാത്രം ഓർത്തിരുന്നാല് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ മറന്നു പോകും. ഈ പുസ്തകം മറന്ന പോലെ. പറഞ്ഞു വരുന്നേ? അതായത് വിമലെടുത്തിക്ക് ഒരു കാര്യം അറിയോ? ജെയ്സന് എന്ത് ഇഷ്ടപ്പെടുന്നോ അതും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. ഇനിയിപ്പോ അത് വിമലെടുത്തിയുടെ കാര്യത്തിലും. തേങ്ങയുടെ പറയുന്നത് തോരപ്പം സ്റ്റീഫ, താൻ എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? ഇതാ എന്നോട് ഒലിപ്പിക്കാന്നുണ്ടല്ലോ. ജെയ്സനോട് പറഞ്ഞെടുക്കും. അറിയാലോ പിന്നെ ജെയ്സൺ ഇതൊക്കെ അറിഞ്ഞ എന്ത് സംഭവിക്കാന്ന്. എന്ത് സംഭവിക്കും? നിന്റെ മൂക്കാമണ്ട ഇടിച്ച് പരത്തും അവൻ. വിമലെടുത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിമലെടുത്തിയെ കണ്ടപ്പോ ജെയ്സനായിട്ടായ പോലെ തന്നെ ഞാനങ്ങ് ഫ്ലാറ്റ് ആയി പോയി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോഴും ഒരു പുസ്തകം തന്നെ വായിക്കാൻ പാടില്ല. ചുറ്റും പല നല്ല പുസ്തകങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോ വിമലെടുത്തിക്ക് ഞാനൊരു ചാൻസ് തരികയാണ്. ജെയ്സനെ ഒഴിവാക്കി എന്റെ ഗേൾഫ്രണ്ട് ആവാൻ. ഞാനൊരു കാര്യം ചെയ്യാം, ജെയ്സനോട് നാളെ കോളേജിലേക്ക് വരാൻ പറയാം. എന്നിട്ട് തന്നെ തീരുമാനിക്കാം ആരാണ് ജയിക്കുന്നത്. അവരുടെ ഗേൾഫ്രണ്ട് ആയിരിക്കും വിമലെടുത്തി. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ എന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും. ഇനിയിപ്പോ ഞാൻ തോറ്റാൽ പഴയതുപോലെ തന്നെ ജെയ്സന്റെ സ്വന്തം വിമലെടുത്തി. എന്ത് പറയുന്നു വിമലെടുത്തി? എന്റെ ആൻസർ എനിക്ക് ത്വരയുണ്ട്. ത്വര ഇതിന്റെ ആൻസർ അറിയാൻ വേണ്ടിട്ട് പറ വിമലെടുത്തി. നീ എന്തൊക്കെയാ പറയുന്നത്? ജെയ്സനോട് നാളെ വരാൻ പറയാന്നോ? അടിച്ചു തീരുമാനിക്കാന്നോ? എടാ, അതൊന്നും വേണ്ടടാ. നീ എന്റെ കഞ്ഞിയിലെ പാറ്റിടാൻ വന്നതാണോടാ തോരപ്പം സ്റ്റീഫ? വിമലെടുത്തി ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ നാളെ ജെയ്സനോട് വരാൻ പറയും. കാരണം എനിക്ക് വേണ്ടത് ഞാൻ എപ്പോഴും സ്വന്തമാക്കാറുണ്ട്. അതിനിപ്പോ വിമലെടുത്തി ആയാലും ഇനി മറ്റെന്ത് തേങ്ങയായാലും. സോ നാളെ കാണാം. ഞാൻ ജെയ്സനെയും കൂട്ടി വരുന്നുണ്ട്. അപ്പോ വേണമെങ്കിൽ വിമലെടുത്തി സാരി എടുത്തു വന്നോ. എന്റെ കൂടെ ആദ്യമായിട്ട് ബൈക്ക് റൈഡിന് പോകുന്നതല്ലേ. അപ്പോ നാളെ കാണാവേ. ബൈ വിമലെടുത്തി. ഇതെന്ത് തരം വട്ടനെന്റെ ഈശ്വര. ഇനി ജെയ്സൺ നാളെ വരും. അപ്പൊ അയാളെന്നെ അറിയില്ലല്ലോ അതിന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അഥവാ അടിയില് ഇയാളെ കാര്യം ചോദിച്ചാല് ഞാൻ ഈ തോരപ്പം സ്റ്റീഫന്റെ ഗേൾഫ്രണ്ട് ആണ്ടി വരും. ഈശ്വര, ഒറ്റ വലിക്കങ്ങ് കുടിക്കുമോളെ. അമ്മ ഇത്
വെള്ളത്തിൽ ബൂസ്റ്റ് ഇട്ടില്ലേ, കലങ്ങിയില്ല. അയ്യോ കലങ്ങിയില്ല, അതമ്മ അറിഞ്ഞില്ല കേട്ടോ. അമ്മ നന്നായി ഒന്നുകൂടി കലക്കി കൊണ്ടുവരാവേ. എടി നിനക്ക് ശരിക്കും വിമ്മാടി കലക്കി തരണ്ടേ. അതൊക്കെ പറഞ്ഞിരിക്കാതെ അങ്ങോട്ട് കൊടുക്കാണ്ടി. ഇവള് കാരണം എനിക്കും കിട്ടിയിട്ടുണ്ട് പണി ഇന്ന്. നിങ്ങൾ രണ്ടുപേരും ഇനി എന്നെ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് ആ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ വേണം. എനിക്ക് മറ്റേത് കോളേജായാലും മതി. അമ്മ പ്ലീസ് അമ്മ, ഇത് മാത്രമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് അർജന്റാണ്. ഒരാഴ്ച കോളേജിലേക്ക് പോയപ്പോ ആ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെടുന്നു. അതിന്റെ റീസൺ അറിയാൻ അമ്മക്കും ഉണ്ടാവില്ലേ ആഗ്രഹം. അമ്മക്ക് അതറിയാനൊരു ത്വര. പറ മോളെ. ഓ ത്വര, അത് കേൾക്കുമ്പോ ത്വരപ്പൻ സ്റ്റീഫൻ ഓർമ്മ വരുന്നു. അതൊന്നും പറയില്ല അമ്മ, എനിക്ക് ട്രാൻസ്ഫർ വേണം. അയ്യോടാ, എന്റെ മോക്ക് പറയാൻ ബുദ്ധിമുട്ടാണോ? എങ്കിൽ ഇനിയൊരു കാര്യം ചെയ്യും, നാളെ തൊട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോയേക്കണം കേട്ടോ. എന്താടി ഇത്? ഇങ്ങനെയാണോ കുട്ടികളോട് പെരുമാറേണ്ടത്? ഒന്ന് മായത്തിലൊക്കെ ഒന്ന് പറയണ്ടേ? നമ്മുടെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്, അതുകൊണ്ട് നമ്മളെപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം. എനിക്ക് സൗകര്യമില്ല. ഇവിടെ നാളെ തൊട്ട് എല്ലാ ദിവസവും അടുപ്പിച്ച് കോളേജിൽ പോയിട്ടില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം ഇവളറിയും. ആ മമ്മി ഇങ്ങനെ പറയുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാലോ. നീ നാളെ മുതൽ പൊക്കൊരുക്കൂ. ഓ ഈ മമ്മി. പിന്നെ മമ്മി, ഞാൻ കോളേജിലാ, സ്കൂളിലല്ല. ഇവിടുത്തെ എന്ത് തേങ്ങ കാണിക്കുന്നേ? ഷാലു, ഇതെന്താ കുച്ചിപ്പുടിയാണോ? കൊച്ചിപ്പൊടി അല്ലേടി, കോച്ചിപ്പിടുത്തം. എടി രുക്കു, എന്നെ കൊണ്ട് നീ അധികം പറയിപ്പിക്കണ്ട. എടി ഇതാണടി ആംഗ്യ ഭാഷ. ഞാൻ എന്നെ 3 മണിക്കൂർ യൂട്യൂബ് നോക്കി കുത്തിയിരുന്ന് പഠിച്ചെടുത്തത്. ഇതെന്താ അർത്ഥമാക്കുന്നതെന്ന് അറിയാം തനിക്ക്? നിങ്ങളെന്റെ നല്ലൊരു സഹോദരനാണ്, നമ്മളെന്നും ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളെന്നും എന്റെ മാതൃകയായിട്ടുള്ള ഒരു സീനിയറാണ് എന്നൊക്കെയാണ്. ഓ ഇത് പഠിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടെന്താന്ന് അറിയോ തനിക്ക്? ഇതോടുകൂടി എന്റെ തലവേദനെല്ലാം മാറുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നീയായി, നിന്റെ പാടായി, നിന്റെ ഒരു കാര്യത്തിലും ഞാൻ തലയിടാൻ വരില്ല. പിന്നെ ഉള്ളത് പറയണല്ലോ, അയാള് നല്ലൊരു മനുഷ്യനാണ്. ഒരു പെൺകുട്ടിക്ക് അത്ര വലിയൊരു കുറവുണ്ടെന്ന് അറിഞ്ഞിട്ട് അയാളുടെ ഇഷ്ടത്തിൽ തന്നെ ഉറച്ചു നിന്നല്ലോ. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചെക്കന്മാരുണ്ടാവുമോ? വീണ് അർജുനേട്ടൻ പഴുത്തൊലിയിട്ട് വീഴ്ത്തി എന്റെ ഷാലുവിനെ. രുക്കു വേണ്ടട്ടാ, നീ അതും ഇതും നീ പറഞ്ഞുണ്ടാക്കണ്ട. നീ ഒരൊറ്റ കാരനാടി, ഇല്ലെങ്കിൽ അയാളുടെ പ്രപ്പോസൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തേനെ. ഇത്ര നല്ല മനുഷ്യനെ ഈ കാലത്ത് കാണാൻ കിട്ടുമോ? പിന്നെ ഇനിയൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞെന്നല്ലുള്ളൂ. എന്തായാലും നിന്റെ കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചെകുത്താടൻ കടലിന്റെ ഇടയിൽ പെട്ടല്ലോടി. എല്ലാം കർമ്മ. എനിക്കിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഇതുമാതിരി തിരിച്ചു കിട്ടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാത്തിനും കാരണം ആ തൊരപ്പൻ സ്റ്റീഫന്. ഞാൻ എന്തോരം വിലസി നടന്നതാ. എന്തായാലും ആ തൊരപ്പനാണ് കൊള്ളാട്ടോ. കാരണം ഓരോരുത്തരും എന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാനോ ഒന്നിനും ധൈര്യം വന്നിട്ടില്ലായിരുന്നു ജെയ്സന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവന് അങ്ങനത്തെ ഒരു കൂസലില്ല. തൊരപ്പനും ആള് കൊള്ളാം. എന്തായാലും ഇനി എന്താവുന്ന നാളെ കണ്ടറിയണം. ഇങ്ങോട്ടൊന്ന് വന്നേരിക്കൂ. എനിക്കിട്ട് പണിഞ്ഞതിന് മൊത്തം തിരിച്ചു ജെയ്സന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ താൻ. എന്ത് സാധനാണ് ഷാലു നീ? എന്തായാലും തന്റെ ആംഗ്യ ഭാഷ കൊള്ളാൻ ഞാൻ പ്രാർത്ഥിക്കാം. നീ ഒന്ന് ചിരിപ്പിക്കാതെ പോയിരിക്കൂ. എന്റെ കാര്യം പോലെയാണോ നല്ലത്? ഞാനൊന്ന് ആംഗ്യ ഭാഷയിൽ നോ പറഞ്ഞാല് എന്റെ കാര്യം തീരും. പക്ഷെ നീയോ, നിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജെയ്സന് ഇങ്ങനെ ഒരു ഗേൾഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ നിന്നെ തൊരപ്പൻ സ്റ്റീഫൻ പൊക്കും. ഇനിയിപ്പോ തൊരപ്പനും ജെയ്സനും തമ്മിൽ അടി നടന്നാല് അവസാനം ജെയ്സൺ നിന്നെ പൊക്കും. ഷാലു, എന്നെ ഇതിങ്ങനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണമെന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ആദ്യം തൊരപ്പൻ സ്റ്റീഫനെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. കോളേജ് മൊത്തം അറിഞ്ഞ് നാറുന്നതിന് മുന്നേ ഞാൻ ആ തൊരപ്പനോട് പോയി പറയും ഞാൻ ജെയ്സനും ബ്രേക്കപ്പ് ആയിരുന്നു. ഏറി വന്ന അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കണം, അത്രയല്ലുള്ളൂ. അതിനെനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. അവനെ കണ്ടിട്ടുണ്ടോ താൻ? ഓ എന്നാ ഹാൻസമാ. പോരാത്തതിന് അവന് എന്റെ ഒപ്പം കുരുട്ടു ബുദ്ധിക്ക് തോളോട് തോൾ നിൽക്കാൻ കഴിയും. ഇതൊക്കെ പോരെ, വേറെ എന്ത് വേണേ എനിക്ക്? എന്താണ് രണ്ടും കൂടി ഇവിടെ നിന്ന് പിറുപിറുക്കുന്നത്? ആ രുക്കു തന്നെ ആ സ്റ്റീഫൻ അന്വേഷിച്ചിരുന്നു, ഇന്ന് കാണണമെന്ന് പറഞ്ഞു. അർജന്റാണ് പോലും. ആ അർജുനേട്ടാ, അവനെ തപ്പി തന്നെയാണ് ഞാനും നടക്കുന്നത്. അപ്പൊ എന്റെ ഒരു അവസ്ഥ, തൊരപ്പനെ തപ്പി തപ്പി ഞാൻ എവിടെ വരെ നടക്കണം? അല്ല അയാൾ എവിടെയുണ്ട്? തൊരപ്പനോ? അതെനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവന് വരാൻ ചാൻസ് കുറവാ. കാരണം നമ്മുടെ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ അവനാണ് പങ്കെടുക്കുന്നത്. അവനതിന്റെ പ്രാക്ടീസിലാണ്. അവനെ കാണാൻ നിർബന്ധാണോ തനിക്ക്? വരില്ലെന്നോ? അതെങ്ങനെ നടക്കും? അവൻ വരുന്ന പറഞ്ഞതാണല്ലോ. എന്തായാലും എനിക്ക് അവനെ കാണണം, അർജന്റാ.
ഇല്ലെങ്കിൽ കോളേജ് മൊത്തം ഞാൻ നാറും. ചിലവന്മാരെ ഒക്കെ കൂടി എന്നിട്ട് കലക്കും. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഓ അത്രക്ക് അർജന്റ് ആണോ? എങ്കിൽ അവനെ കാണുന്ന നിർബന്ധമാണെങ്കിൽ അവന്റെ വീട്ടിൽ തന്നെ പോണം. കാരണം അവൻ പ്രാക്ടീസിലായതുകൊണ്ട് ഫോൺ എടുക്കില്ല. തനിക്ക് വേണമെങ്കിൽ ഞാൻ അഡ്രസ് തരാം. ഇവിടെ അടുത്താ, 5 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. താൻ റെഡിയാണെങ്കിൽ അഡ്രസ് തരാം. വേണം വേണം, നിർബന്ധം. കാരണം അത്രക്ക് സീരിയസ് ആണ് കാര്യങ്ങള്. ചില കാര്യങ്ങൾ നമ്മളങ്ങനെ ലേറ്റ് ആക്കാൻ പാടില്ല. ലേറ്റ് ആക്കിയ നമ്മൾ നാറും. അതുകൊണ്ടാണേ. എങ്കിൽ ഞാൻ അഡ്രസ് തരാം, താൻ വിട്ടോ. പിന്നെ ഷാലു എങ്ങോട്ടാ? ഷാലു പോകേണ്ട ആവശ്യമില്ലല്ലോ, അവക്കല്ലേ കാര്യം പറയാനുള്ളത്. അതുകൊണ്ട് ഷാലു ഇവിടെ നിൽക്ക്. Oh my God, I'm trapped. ഇനി ഒന്നും നോക്കണ്ട, കഥകളി തുടങ്ങണം. പൊട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. തിരിഞ്ഞു നോക്കാതെ വിട്ടേക്കാം. ആ അതെന്ത് പോക്ക ഷാലു? ഈശ്വരാ പിടിച്ച്. ഇനി കഥകളിക്കുള്ള സ്റ്റെപ്പ് എനിക്ക് അറിയില്ലല്ലോ. ഇവന് ഇനി എന്താ വേണ്ടേ? എന്നെ ഇഷ്ടമാണെന്നുള്ള തന്റെ ആംഗ്യ ഭാഷയിലെ മറുപടി ഒത്തിരി ഭംഗിയുള്ളതായിരുന്നു. അതല്ലല്ലോ ഞാൻ പറഞ്ഞേ. ഇനിയെങ്ങാനും യൂട്യൂബ് തള്ള എന്നെ ചതിച്ചോ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനിയാണെങ്കിൽ എനിക്ക് സ്റ്റെപ്സ് അറിയില്ല. ഇതെത്ര സമയായി? എന്തായാലും വാതിൽ ഉറക്കാത്തെ? ഇത് അടച്ചിട്ടില്ലല്ലോ. ഇവനിവിടെ ഒറ്റക്കാണോ താമസിക്കുന്നേ? എന്തായാലും പോയി നോക്കാം. ഓ തൊരപ്പം വെള്ളത്തിലും തൊരക്കാണല്ലോ. ആരിത്? വിമലെത്തിയോ? ഡാനി അതിൻ്റെ ഉള്ളിൽ കിടന്ന് തൊഴയാതെ ഒന്ന് കയറി വാടാ. വിമലെടുത്തി ആകെ നാറാൻ പോവാ. ഒന്ന് പെട്ടെന്ന് കേറി വാടാ മാക്കി കുഞ്ഞെ. അയ്യോ, എന്റെ വിമലെത്തിക്ക് എന്ത് പറ്റി? എന്ത് പറ്റി വിമലെത്തി? പറ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനും ജേസനും 6 മാസം മുന്നേ ബ്രേക്കപ്പ് ആയി. ഇത് കോളേജിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ എന്റെ കാര്യം ജേസനോട് പോയി ചോദിക്കണ്ട പ്ലീസ്. ഓ രാവിലെ തന്നെ ഗുഡ് ന്യൂസ് ആണല്ലോ. ബ്രേക്കപ്പ് ആയ സ്ഥിതിക്ക് എനിക്കൊരു സ്കോപ്പ് ഉണ്ട് അല്ലേ വിമലെത്തി? ഇനി മുതല് സ്റ്റീഫൻ മണ്ണാക്കാടിന്റെ ഗേൾഫ്രണ്ട് അല്ലേ? ഓ എന്റെ തൊരപ്പ് സ്റ്റീഫ, അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. അതല്ല ഇപ്പത്തെ വിഷയം. ഞാനിപ്പോ ജെയ്സന്റെ ഗേൾഫ്രണ്ട് അല്ലെന്ന് അറിഞ്ഞാൽ ഞാൻ ഒത്തിരി പേരെ ഇട്ട് ചൊറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തിരിച്ച് എന്നെ മാന്താൻ വരും. അതോടുകൂടി ഞാൻ കോളേജിലാകെ നാറും. പ്ലീസ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഞാനും ജെയ്സന് ബ്രേക്കപ്പ് ആയത് ആരോടും പറയണ്ട. മാത്രല്ല എന്റെ കാര്യം താൻ ജെയ്സനോട് പോയി ചോദിക്കാൻ വേണ്ട. ഒന്നാമത് ഞങ്ങള് ബ്രേക്കപ്പ് ആയതല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്ത ഈ തൊരപ്പൻ സ്റ്റീഫന് എന്ത് ഗുണം വിമലെത്തി? ഞാൻ നിനക്ക് ക്യാൻറ്റീനില് പപ്സിലേയും വാങ്ങി തരാടാ തൊരപ്പൻ സ്റ്റീഫ. അത് വിമലെത്തി എന്നെ കഴിച്ചാൽ മതി. ഞാൻ ഈ കാര്യം പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാം. പക്ഷെ അതിന് പകരം വിമലെത്തി എന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കണം. പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇതൊക്കെ നടക്കും. ഇല്ലെങ്കിൽ ഞാൻ കോളേജിലിട്ട് നാട്ടിക്കും. ഓക്കെ, സമ്മതം. നാട്ടിക്കരുത്. നീ ആദ്യം ഒന്ന് കയറി വാ. നോക്കി നിൽക്കാതെ ഒരു കൈ സഹായിക്കും വിമലെത്തി. ഓ ഈ തൊരപ്പനെ കൊണ്ട് ഇങ്ങോട്ട് കേറി വാ. ഞാൻ നനഞ്ഞില്ലടാ. പട്ടി, ഞാനെങ്ങനെ ഇനി കോളേജിലേക്ക് പോകാം? പറയടാ, എന്റെ ഡ്രസ് മൊത്തം നനഞ്ഞില്ലടാ. ചെറ്റ് എന്റെ പണിയാ താനീ കാണിച്ചേ. നനഞ്ഞപ്പോ വിമലെത്തിയെ കാണാൻ താറാ കുഞ്ഞിനെ പോലെയുണ്ട്. എന്തായാലും നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് അല്ല വിമലെത്തി? നനഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ സാരി എടുത്തു വരാനല്ലേ പറഞ്ഞിരുന്നേ. ഇന്ന് എന്റെ ബൈക്കിന്റെ പിന്നിൽ കയറണം എന്നൊക്കെ അല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? ജെയ്സന് ഇനി ഗേൾഫ്രണ്ട് ഇല്ല. സ്റ്റീഫന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാലും കോളേജിൽ അത്ര മോശമൊന്നുമില്ല. അതുകൊണ്ട് വിമലെത്തി ഒരു കാര്യം ചെയ്യും, ചെന്ന് എന്റെ റൂമിലുണ്ടാവും ഒരു സാരി, അതങ്ങ് എടുക്കും. സാരിയോ? നീ എന്നാത്തിനാണ് സാരി കൊണ്ട് നടക്കുന്നേ? അത് വിമലെത്തി ജെയ്സൺ വിമലെത്തിയെ കണ്ട പോലെ എനിക്കും കാണാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചതാ. എല്ലാ സാധനങ്ങളും ഉണ്ട്. വളയും മാലയും മുല്ലപ്പൂവും പെട്ടെന്ന് വേണം. ഓക്കെ, ഞാൻ ഉടുക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെ കോളേജിൽ നടന്നേക്കണം കേട്ടോ തെരപ്പാ. എന്തായാലും നന്ദി. പിന്നെ ഇവിടെ വരെ വന്നും ചെയ്തു. എന്നാ പിന്നെ കുറച്ചു നേരം കുളിച്ചിട്ട് പോകാം വിമലെത്തി. ഇങ്ങ് വായോ. നീ പോണ തൊരപ്പ സ്റ്റീഫ, ഞാൻ പോകുന്നു. നീ വെള്ളത്തിൽ കിടന്ന് തുറക്കാതെ ഒന്ന് എണീറ്റ് ഡ്രസ് ചേഞ്ച് ചെയ്ത് വാടാ. ഞാൻ ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തമ്മിലുള്ള കാര്യം നമ്മൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? ഇത് കോളേജിൽ മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് ജെയ്സൺ.
പേടിക്കാതെ വിമലെടുത്തി, ഇത് ഒരു കാരണവശാലും ജെയ്സൺ അറിയാൻ പോകുന്നില്ല. അത് ഈ സ്റ്റീഫന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാവേ. இருக்காளே கோபப்பழமா கலரு இந்த கலரு என்னை இழுக்குதம்மா அழுத புல்லு ஆட்டையை போ தேகிதம்மா பார்வையால ஆயுள் ரேக தேகிதம்மா വിമലെടുത്തി, എന്താടാ? ജെയ്സൺ വെറുതെ അല്ല വിമലെടുത്തിയെ കണ്ടപ്പോ ഫ്ലാറ്റ് ആയി പോയത്. ഞാനും ശരിക്കും ഫ്ലാറ്റ് ആയി പോയി. എന്തായാലും എന്റെ ഗേൾഫ്രണ്ടായി. എന്നാ പിന്നെ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോയാ പോരെ വിമലെടുത്തി. ഡാഡാ പറപ്പ, ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ആകെ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. നീ എന്നെ കൊണ്ട് ഇപ്പൊ തന്നെ വെറുതെ ബ്രേക്കപ്പ് പറയിപ്പിക്കരുത്. സോറി വിമലെടുത്തി, ഇനി ആവർത്തിക്കില്ല. വാ പോവാം. അല്ല, ബ്രേക്കപ്പ് പോകണമെന്ന് ഇത്ര നിർബന്ധമാണോ? അപ്പൊ എന്റെ കാറ് രുക്കു, അത് വേണം. കാരണം ഞാനാണ് നിന്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട്. നിന്റെ കാർ എന്റെ ഡ്രൈവർ കൊണ്ടുവന്നു. പിന്നെ ഇത്ര സുന്ദരിയായി നിന്നെ എങ്ങനെയാ ഞാൻ ഒറ്റയ്ക്ക് വിടുന്നത്? അപ്പൊ നമുക്ക് പോയാലോ രുക്കു? വായു. ഈശ്വര, എത്ര നേരമായി ഞാനിവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു. ഇവനെ മറുപടി കൊടുക്കാൻ എന്റെ കയ്യിലാണെങ്കിൽ ഒരു സ്റ്റെപ്പുമില്ല. ഈ തെണ്ടിയാണെങ്കിൽ പോകുന്നില്ല. എന്റെ ഷാലുവിന് ഇപ്പോഴും നാണാണോ? നാണം മാറിയില്ലേ? ഇഷ്ടാണെന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? നീ എന്തിനാ ഇത്ര നാണിക്കാൻ? വാ തുറന്ന് ഞാൻ പറഞ്ഞത് അതല്ലെന്ന് പറഞ്ഞാലോ? ഇങ്ങനെ നാണിക്കാതെ ഷാലു, ഞാനല്ലേ പറയുന്നേ? നാണിക്കാതെ. നിനക്കെന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞ ശേഷം നിനക്കെന്തിനാ നാണം? ഞാൻ ഇഷ്ടമല്ല പറഞ്ഞേ, ഞാൻ അതല്ല പറഞ്ഞേ. അയ്യോ മാജിക്, ഷാലു സംസാരിക്കുന്നു. വേണ്ട വേണ്ട. ആഹാ, ഞാനൊന്ന് റൊമാൻറ്റിക് ആയപ്പോഴേക്കും ഷാലു സംസാരിച്ചു. എന്തൊരു അത്ഭുതമല്ലേ ഷാലു? ഐം സോറി, ഇതൊക്കെ റുക്കുവിന്റെ പണിയാ. എനിക്കിതിൽ പങ്കില്ല. അവൾക്ക് ചെറുപ്പം മുതൽ എനിക്ക് പണി തരുന്നത് ഒരു ഹോബിയാ. അവളുടെ അമ്മയുടെ റോൾ മോഡലാ ഞാന്. അവളെ കണ്ടുപിടിക്കുന്ന പറയുന്നത് കേട്ടിട്ട് അവൾക്ക് എന്നെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനാ. അതുകൊണ്ട് അവളായിട്ട് പണിതതാ. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഓ, ഇറ്റ്സ് ഓക്കെ. അവക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. പിന്നെ എന്താ തന്റെ ഒറിജിനൽ ആൻസർ? അവക്കുള്ള പണി എന്തോ? അതെന്താ സംഭവം? അത് തനിക്ക് വഴിയെ മനസ്സിലായിക്കോളും. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താൻ ആൻസർ പറഞ്ഞില്ല. വാ തുറക്കാതെ തന്നോട് നോ പറയാൻ ഒത്തിരി ഈസി ആയിരുന്നു. പക്ഷെ ഇപ്പോ അത് ഇത്തിരി ടഫാന്ന് തോന്നുന്നു. അത്ര ബുദ്ധിമുട്ടി നോ പറയണമെന്നുണ്ടോ? ഇല്ല, അത്ര ബുദ്ധിമുട്ടി നോ പറയേണ്ട ഒരു ആവശ്യം ഞാനിവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്ക യെസ് പറഞ്ഞാലോന്ന്. I consider it is yes. Okay, Shalu. Then shall we go for a walk? Why not? എനിക്കാണെങ്കിൽ രുക്കുനെ ഒന്ന് കാണണം. എക്സ്ക്യൂസ് മീ ഷാലു. കൈ പിടിച്ച് നടക്കുന്നു. അപ്പോൾ ഇനി മുതൽ എനിക്ക് സമാധാനത്തിൽ എന്റെ ബോയ് ഫ്രണ്ടിനെ ഈ കോളേജിലേക്ക് കൊണ്ടുവരാം, അല്ലേ ഷാലു? ചിന, നീ എന്തേ പറഞ്ഞ? നിന്റെ ബോയ് ഫ്രണ്ടിനെ ഈ കോളേജിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്കെന്താ പ്രശ്നം? അതായത് ഷാലു, എന്റെ ബോയ് ഫ്രണ്ട് ഒരു മണകുണാഞ്ചനായിരുന്നു. അവളുടെ പെങ്ങളെങ്ങാനും ഇവിടെ വരുന്നത് കണ്ട് വീട്ടിൽ പറയുമെന്നുള്ള പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് പേടിയില്ല, കാരണം പെങ്ങളെ സെറ്റായി നടക്കാണ്. ആഹാ, അതാരപ്പാ? വേറെ ആരും, നിന്റെ ബ്രദർ ഇതവിടെ കാത്തിരിക്കുന്നു. ഞാൻ പോട്ടെ, ഞങ്ങൾ സിനിമക്ക് പോയിട്ട് വരാവേ. ഓക്കെ നാത്തല്ലേ? അപ്പോ ഓക്കെ ഷാലു, ഞങ്ങൾ പോയിട്ട് വരാവേ. ഇത് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കാൻ വയ്യല്ല എന്റെ ദൈവമേ. ഈ കോളേജ് തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിയതാണല്ലോ എനിക്കിട്ടുള്ള രുക്കുവല്ലാതെ. നീ എന്തിനാ നിട്ടുന്നേ? രുക്കു അവളുടെ ബോയ് ഫ്രണ്ടോ അല്ലേ അത്? അല്ല, ഇവരപ്പ സെറ്റായി.
ഇപ്പൊ എന്താ ഇത്ര ഷോക്ക് അവൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവൾ കോളേജ് വരുന്ന അന്ന് തൊട്ടേ പറയുന്നതല്ലേ? അതവള് ജെയ്സന്റെ ഗേൾഫ്രണ്ട് എന്നല്ലേ പറയാറ്? ഇത് സ്റ്റീഫൻ അല്ലേ? വെയിറ്റ്, ഇതാണ് ജെയ്സൺ. അതിനർത്ഥം സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ. അങ്ങനെ വേണമെങ്കിലും പറയാം. നിനക്കിട്ട് ലുക്ക് പണിതതിന് ദൈവം അവൾക്കിട്ട് കൊടുത്തു. ഇതാണ് ജെയ്സൺ. പക്ഷെ പാവത്തിന് അറിയില്ല കേട്ടോ. നമുക്ക് അവരുടെ പിന്നാലെ പോയാലോ? ഇഫ് യു വിഷ്, വൈ നോട്ട്? അയ്യോ പൊളി പൊളി, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഈ കോളേജിലെ പെർഫെക്റ്റ് മാച്ച് നിങ്ങൾ രണ്ടുപേരുമാണ്. ഇവളിക്കത്തേക്ക് പറയുന്ന സ്റ്റീഫ മൈൻഡ് ആക്കണ്ട, സുഖമില്ലാത്ത കുട്ടിയ. നീ വാരുക്കൂ. ജെയ്സോ ഗേൾഫ്രണ്ടിനെ കിട്ടിയപ്പോ എന്നും കോളേജ് വരുന്നുണ്ടല്ലോ. നല്ല കാര്യം. അത് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? ജെയ്സൺ, അപ്പൊ ഇവനാണ് ജെയ്സൺ. എന്തപ്പോ? എടാ തുറപ്പ, നീ അപ്പുറത്തേക്ക് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. എടാ നീയാണോടാ ജെയ്സൺ? എടാ സത്യം പറയടാ, എനിക്കൊക്കെ തലക്ക് തീ പിടിക്കുന്നുണ്ട്. എടാ പറയടാ, നീയാണോടാ ജെയ്സൺ? ഓ, വിമലേട്ടത്തിയെ ചൂടാകുമ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് വിമലേട്ടത്തിയുടെ ത്വര മനസ്സിലാവും. പക്ഷേ ഞാനൊരു സത്യം ഇപ്പൊ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് ജെയ്സൺ, ഞാൻ തന്നെയാണ് സ്റ്റീഫൻ. അപ്പോ ഇതിനർത്ഥം ഞാൻ ഇതുവരെ കോമാളിത്തരം കളിക്കായിരുന്നു. എടാ നിനക്ക് എങ്ങനെ തോന്നിയടാ? എടാ തുറപ്പ, നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ എങ്ങനെ പൊട്ട കളിപ്പിക്കാൻ? ഞാനാണോ തുടക്കം കുറിച്ച്? നീ തന്നെയല്ലേ പറഞ്ഞേ എന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കേണ്ടി വന്നത്. അല്ലേടി? അല്ല ഞാനായിട്ട് ഇവരൊക്കെ എവിടുന്ന് വന്ന്? അവരെല്ലാം കണ്ടോ? കണ്ടെന്നാ തോന്നുന്നേ. അയ്യേ, ആകെ നാട്ടുകേസായി. ആ, സങ്കടപ്പെടാതെ വിമലെടുത്തി. ഇനിയിപ്പോ വിമലെടുത്തി സ്റ്റീഫന്റെ പെണ്ണാണെങ്കിലും രുക്കു ജെയ്സന്റെ ഗേൾഫ്രണ്ട് ആയാലും സെയിം അല്ലേ? പിന്നെന്താ പ്രശ്നം? പിന്നെ ഇവിടെ കണ്ടതങ്ങ് സത്യമാക്കിയ പോലെ. പിന്നെ രുക്കു നേരത്തെ കിട്ടിയത് എനിക്കൊരു കുമ്പ് കിട്ടിയില്ല. എന്താ ഉദ്ദേശിച്ചേ? രുക്കു, ഇത്ര ഭംഗിയില് ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അതും സാരിയില്. നേരത്തെ കിട്ടിയത് എനിക്ക് ഒന്ന് വ്യക്തമാക്കി കിട്ടിയ കുഴപ്പമില്ല എന്നുണ്ടായിരുന്നു. സ്റ്റീഫനാളും കൊള്ളാലോ. എന്റെ ബോഡിയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഇത്തിരി കൺട്രോൾ ഉള്ള കൂട്ടത്തിലാണെന്ന്. അല്ല അല്ലേ? മെലഡത്തി, എനിക്കൊത്തിരി കൺട്രോൾ ഒക്കെ ഉണ്ട്. പക്ഷെ താൻ ചിരിക്കുമ്പോ തന്റെ കണ്ണ് രണ്ടും ഉള്ളിലോട്ട് പോകും. അത് കാണുമ്പോ സംടൈംസ് ഐ ലോസ് മൈ കൺട്രോൾ. വേണ്ട വിമലടത്തേക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ട, ഞാനിങ്ങ് എടുക്കുവാ. சிரிக்காதே சிரிக்காதே சிரிப்பா